സർക്കാരിൻ്റെ വിജയമാണ് നടിയെ ആക്രമിച്ച കേസിലെ 6 പ്രതികൾ കുറ്റക്കാരാണെന്നുള്ള കോടതി വിധി. സർക്കാർ വളരെയേറെ ശ്രദ്ധാപൂർവം നടത്തിയ കേസാണത്. മാത്രമല്ല, പ്രോസിക്യൂഷൻ അഭിഭാഷകനെ അതിജീവിതയുടെ അഭിപ്രായമനുസരിച്ച് നിശ്ചയിച്ച കേസാണിത്. അതുകൊണ്ട് തന്നെ ഉറപ്പിച്ചു പറയാം, അതിജീവിതയുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് പ്രോസിക്യൂഷൻ നിലകൊണ്ടത്. പിന്നെ വിധിയുടെ വിശദാംശങ്ങൾ കിട്ടിയാൽ മാത്രമേ നമുക്ക് മറ്റു കാര്യങ്ങൾ പറയാൻ കഴിയുള്ളൂ. ഇത് അവസാന കോടതിയുമല്ല. ഒരു കാര്യം വ്യക്തമായിട്ടുണ്ട്, അത് മറ്റൊന്നുമല്ല, ആ നടി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ചെയ്യിച്ചവർ ആരെന്ന് വ്യക്തമായില്ല എന്നാണ് കോടതി പറയുന്നത് എങ്കിൽ ചെയ്തവർ ശിക്ഷിക്കപ്പെടുന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ സ്വാഭാവികമായും ആരോ ചെയ്യിക്കണമല്ലോ. അപ്പോൾ അതെന്താണ്, അത് കണ്ടെത്തണം. അതുകൊണ്ട് കോടതി ഇത് അവസാനത്തെ കോടതിയല്ല, ഇനിയും കോടതി ഉണ്ടാവും. വിധിയുടെ വിശദാംശങ്ങൾ കിട്ടിയാൽ അത് സംബന്ധിച്ചിട്ടുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കും. ഒരു കാര്യം വ്യക്തമായല്ലോ, അതിജീവിതയോടൊപ്പമാണ് സർക്കാർ. അതുതന്നെയാണ് രാഹുൽ കേസിലുമുള്ള നിലപാട്. രാഹുൽ കേസിൽ ഇനി അടുത്ത ഇരയുടെ വിവരങ്ങളെ പുറത്തു വരാനുള്ളൂ. അതും വൈകാതെ വരും. അതിജീവിതയെ വിവരങ്ങൾ പുറത്തു പറഞ്ഞാൽ വെറുതെ വിടില്ല എന്നും പറഞ്ഞുകൊണ്ടുള്ള നീക്കവും രാഹുൽ ഫാൻസ് അസോസിയേഷൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന് ഇപ്പോൾ സംഘടനയില്ല, പിന്നെയോ ഫാൻസ് അസോസിയേഷനാണ്. അതാണ് കോൺഗ്രസിൻ്റെ ഒരു രീതി. കോൺഗ്രസ് അല്ലേ ഈ രാഹുലിനെ സംരക്ഷിച്ച്. KPCCയുടെ നേതാവിൻ്റെ MLAയുടെ സഹധർമ്മിണിയുടെ കവിത നിങ്ങൾ കേട്ടില്ല? അത് മതി ഈ നാട്ടിൽ ജീർണമുഖം തിരിച്ചറിയാൻ. കോൺഗ്രസിൻ്റെ ജീർണമുഖം, രക്തം കുടിച്ച രാക്ഷസ, നീ ഇത്രയും ക്രൂരനോ? നീയും ഒരമ്മയുടെ ഉദരത്തിൽ ജന്മം കൊണ്ട മഹാപാവിയോ? ഈ 4 വരി മതി കോൺഗ്രസ്സുകാർക്കാകെ ജീർണിച്ച കോൺഗ്രസിൻ്റെ നേതാക്കളുടെ മുഖം തിരിച്ചറിയാൻ. ഇവിടെയുമുണ്ട് രാഹുലിൻ്റെ ഹെഡ്മാഷ്, രാഹുലിനെ ഈ നിലയിലേക്ക് എത്തിച്ചയാൾ. അപ്പോൾ കോൺഗ്രസ്സാണ് ഇതിനെല്ലാം സമാധാനം പറയുന്നത്. വേറെയൊന്നും വേണ്ട. കുറേ വർഷങ്ങൾക്ക് മുമ്പ് അതേ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ഷാഫിയോട് പറഞ്ഞ കാര്യം വിശ്വാസത്തിലെടുത്ത് നടപടിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒട്ടേറെ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുമായിരുന്നുവോ? ഇപ്പോൾ കോൺഗ്രസ്സാണ് സമാധാനം പറയേണ്ടത്. അതുകൊണ്ട് ഇവിടെ സിനിമാ നടി ആക്രമിക്കപ്പെട്ടപ്പോൾ, പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ആ അതിജീവിതയോടൊപ്പം നിന്ന സർക്കാർ, അതിജീവിതമാർ ഒരുപാടുള്ള രാഹുലിൻ്റെ പീഡനത്തിന് ഇരയായവർക്കൊപ്പമാണ് നിലയുറപ്പിച്ചത്. ഇത് തന്നെയാണ് എല്ലാ കേസിലും സർക്കാർ സ്വീകരിക്കുന്ന സമീപനം. ഇടതുപക്ഷവും ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെട്ടവർക്ക് ഒപ്പം, പീഡിപ്പിക്കപ്പെട്ടവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ BJPയുടെ നേതാവ് പത്മരാജൻ മാസ്റ്റർ 10 വയസ്സുമാരെ പീഡിപ്പിച്ച കേസിൽ മരണം വരെ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടത്. അതുകൊണ്ട് ഈ കേസും 6 പേർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയത് പ്രോസിക്യൂഷൻ്റെയും സർക്കാരിൻ്റെയും പോലീസിൻ്റെയും ഫലപ്രദവും കാര്യക്ഷമവുമായിട്ടുള്ള ഇടപെടലും കേസ് നടത്തിപ്പും മൂലമാണ്. ഇനി ഈ പറയുന്ന വിധത്തിൽ ഗൂഢാലോചന കുറ്റത്തിൽ നിന്ന് ദിലീപിനെ കുറ്റവിമുക്തനാക്കിയത് എങ്ങനെയാണെന്ന കോടതി വിധിയുടെ വിശദാംശങ്ങൾ പരിശോധിച്ചുകൊണ്ട് അതിന്മേൽ ആവശ്യമായ തീരുമാനം സർക്കാർ എടുക്കും. അതിലൊരു വസ്തുതയില്ല. അന്വേഷണ സംഘം മികച്ച രീതിയിലാണ് പ്രവർത്തിച്ചു വരുന്നത്. അതുകൊണ്ടാണ് രാഹുൽ കുടുങ്ങിയത്.
ഒരു സംസ്ഥാനത്തെ സർക്കാരിൻ്റെ കൂടി സഹായത്തോടെ കോൺഗ്രസിൻ്റെ കേരളത്തിലെ അറിയപ്പെടുന്ന നേതാക്കളുടെ പിന്തുണയോടെ കർണാടകയിൽ ഒളിവിൽ കഴിയുകയാണ് രാഹുൽ. അന്തസ്സും ആഭിജാത്യവും ഉണ്ടെങ്കിൽ കോടതിയിലെങ്കിലും കീഴടങ്ങുകയാണ് വേണ്ടത്. ഞങ്ങളിതാ മാതൃകാപരമായ നടപടിയെടുത്തു എന്ന് പറഞ്ഞിട്ട് രാഹുലിനെ സംരക്ഷിക്കുന്ന കോൺഗ്രസ് നേതൃത്വം ഗവൺമെൻറ്റിനെ കുറ്റം പറയുന്നതിൽ ഒരു കാര്യവുമില്ല, പോലീസിനെ കുറ്റം പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം പോലീസാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതകളും തെളിവുകളും അതിജീവിതമാരിൽ നിന്ന് ശേഖരിച്ച് കോടതിയിൽ സമർപ്പിച്ചത്. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു പെശകും സർക്കാരിനോ കോടതിക്കോ പറ്റിയിട്ടില്ല. അല്ലല്ലോ, അതൊരു പുതിയ കേസല്ലേ, രണ്ടാമത്തെ കേസല്ലേ. അല്ലല്ല, അത് തെറ്റിപ്പോയി. അത് താങ്കൾക്ക് ഒരു തെറ്റ് പറ്റിയതാണ്. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്ത കേസുകളാണിത്. ഒരു കൂട്ടം ആളുകൾ തന്നെ ഒരാളുടെ പേരിലാണ് ആരോപണമെങ്കിലും പോകുമ്പോൾ അതിനേക്കാൾ നല്ലത് പുതിയ കേസ് വന്നാൽ പുതിയ ടീമിനെയാണ് കുറച്ചും കൂടി കാര്യക്ഷമമായി അന്വേഷിക്കാൻ കഴിയും. അല്ല, ആദ്യ അന്വേഷണ സംഘത്തിന് നിരവധി ജോലിയുണ്ടാകും. അല്ലാന്ന്, ഇതിൻ്റെ അകത്ത് ആദ്യ അന്വേഷണ സംഘമായാലും ഈ അന്വേഷണ സംഘമായാലും യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കാര്യക്ഷമമായി അന്വേഷിക്കുക എന്നുള്ളത് കൂടിയാണ് വരുന്നത്. അതുകൊണ്ട് വ്യത്യസ്ത കേസുകൾ ഒരേ ടീം അന്വേഷിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതും ഇതും തമ്മിൽ വല്ല താരതമ്യമുണ്ടോ എന്ന്